നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത ദീപാവലി സമ്മാനമാണ് GSTയിലെ നിരക്കിളവ്. GST ലളിതവൽക്കരണം 2025 സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്നു. മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒന്നിലധികം നികുതി സ്ലാബുകളുടെ മുൻ സമ്പ്രദായം 5%, 18% എന്ന ഘടനയിലേക്ക് ലളിതമാക്കി. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ച വിലക്കുറവ് ലഭിക്കാത്തത്? GST വ്യാപാരികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു വഴിയാകുന്നുണ്ടോ? അതോ നിയമപരമായ സങ്കീർണതകൾ ചെറുകിട വ്യവസായികളെ കഷ്ടപ്പെടുത്തുകയാണോ? GSTയുടെ യഥാർത്ഥ നേട്ടം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ഒതുങ്ങുകയാണോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം GST നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് KS ഹരിഹരൻ, പബ്ലിക് പോളിസി വിദഗ്ധ വിനീത ഹരിഹരൻ, കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്കൽ, ഇടത് നിരീക്ഷകനായ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് KS ഹരിഹരൻ, GST ഘടന ലളിതമാക്കിയെങ്കിലും എന്തുകൊണ്ടാണ് വില കുറയാത്തത്? GST എത്രത്തോളം ലളിതമാക്കുന്നുവോ അത്രത്തോളം ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പദ്ഘടനയിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ അവതാരകൻ ഒരു കാര്യം പറഞ്ഞു. മോഡി സർക്കാർ ദീപാവലി ഗിഫ്റ്റ് ആയിട്ടാണ് ഈ GSTയുടെ ഇളവുകൾ തന്നിട്ടുള്ളത്. GSTയുടെ അടിസ്ഥാന തത്വം രാഷ്ട്രീയ ഭരണകൂടങ്ങൾക്ക് നികുതി മേഖലയിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ പാടില്ലെന്നാണ്. അതായത് GST കൗൺസിലാണ് അത് തീരുമാനിക്കുന്നത്. GST കൗൺസിലില് കേന്ദ്ര ധനകാര്യമന്ത്രി അതിന്റെ ചെയർമാനായിരിക്കും. ബാക്കി എല്ലാ സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും, പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിമാർ അതിലുണ്ടാകും. ഉദ്യോഗസ്ഥരുടെ പ്രമുഖരായ ഉദ്യോഗസ്ഥർ, റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ടാവും. അവരൊക്കെ വളരെ കുലങ്കഷമായി ഓരോ വിഷയങ്ങളെയും പഠിച്ചിട്ട് ദീർഘകാലാടിസ്ഥാനത്തില് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നില എവിടെ എത്തണമെന്ന് ചിന്തിച്ച് അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് GSTയിൽ വരുന്ന മാറ്റം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 1970 മുതൽ ഇന്ത്യയിലെ ഇൻഡയറക്ട് ടാക്സ് വ്യവസ്ഥയില് ആ ഏരിയയില് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും ഒരു രാജ്യം ഒരു നികുതി എന്ന നിലയിലേക്ക് പോകണമെന്നും പഴയകാല 70കളിലൊക്കെ തന്നെ കേരളത്തിൽ തന്നെ കോഴിക്കോട് ഒരു പ്രത്യേക നികുതി ഉണ്ടായിരുന്നു. അതേപോലെ ഒട്രോയ് ഉണ്ടായിരുന്നു, എൻട്രി ടാക്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പല നികുതികൾ ഉണ്ടായിരുന്നു. അപ്പൊ സങ്കീർണമായിരുന്നു അന്നത്തെ സ്ഥിതി. ആ സമയത്താണ് ഒരാള് ഡൽഹിയിൽ വന്നിട്ട് വരാണ് ഡൽഹിയിൽ ഇന്ത്യയിലെ കംപ്ലീറ്റ് സംസ്ഥാനങ്ങളിലും എനിക്കൊരു ഡിസ്ട്രിബ്യൂഷൻ നടത്തണമെന്ന്. അന്ന് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പോയിട്ട് അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളിലും രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ജസ്റ്റിസ് ജാ കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് 1970, അതേപോലെ മോഡ് ബാറ്റ് 90, അതേപോലെ സർവീസ് ടാക്സ് 94, അങ്ങനെ മാറി 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 വന്ന് GST എത്തി. ഇനിയും മാറും. ഈ അഡ്വക്കേറ്റ് ഹരിഹരൻ, ഈ ടാക്സ് ഘടന ലളിതമാക്കിയതിന്റെ നേട്ടം എവിടെയാണ് നഷ്ടപ്പെടുന്നത്? ടാക്സ് ഘടന ലളിതമാക്കുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അറിയണ ആരും അവിടെ വില വർദ്ധിക്കും എന്ന് പറയില്ല. ഒരു സംസ്ഥാനത്തിനും ഒരു കേന്ദ്രത്തിനും വരുമാനം കുറയില്ല. കാരണം
ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ സാധാരണ 2+1 3 എന്നാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു ഫ്ലോ, ക്യാഷ് ഫ്ലോ കണക്ക് കൂട്ടുമ്പോൾ 2 × 2 × 2 2⁻³ എന്ന് പറഞ്ഞാൽ 8 ആണ്. അതായത് 1,00,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അയാൾ ഒരു കച്ചവടമല്ല നടത്താം, അത് പല തട്ടിൽ പല മടങ്ങിൽ വർദ്ധിക്കും, പല രീതിയിൽ അത് മൾട്ടിപ്പിൾ ആവും. അതേപോലെ തന്നെ ഇവിടെ GSTയുടെ റേറ്റ് കുറയുമ്പോൾ സിംപ്ലിഫിക്കേഷനിലേക്കാണ് അത് കിടക്കുന്നത്. കോംപ്ലിക്കേഷൻ വരില്ല. ഇവിടെ 2 നികുതി ഘടന ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്, അതായിട്ടില്ല. ഇപ്പോഴും GSTയുടെ ആസ് ഓൺ ടുഡേ 15 തരം നികുതി വ്യവസ്ഥകൾ ഇവിടെ ഉണ്ട്. അപ്പൊ സിംപ്ലിഫിക്കേഷൻ ആയിട്ടില്ല. സിംപ്ലിഫിക്കേഷന് വേണ്ടി പ്രധാനപ്പെട്ട 2 സ്ലാബിലേക്ക് 5% 18% പോകുന്നു എന്ന സൂചനയുള്ളൂ. മേജർ സാധനങ്ങൾ അതിൽ പെടുന്നു. അതായത് ഇനിയും വില കുറയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഒരു 3 മാസത്തിനപ്പുറത്തേക്ക്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം, വ്യക്തമാണ്. ഞാൻ അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഈ നികുതി പരിഷ്കരണം കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ എങ്ങനെ ബാധിക്കും? കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ ആകെ GST വരുമാനം ഏതാണ്ട് 27,371 കോടി രൂപയായിരുന്നു. ഇതിൽ ഒരു കുറവ് വരുമോ? അല്ല, GSTയുടെ പുതിയ GST നയം 2.10 വന്നതോടുകൂടി ഇന്ത്യ ഒട്ടാകെ 5 മുതൽ 18% GST കുറഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഇപ്പോൾ ഇതിന്റെ ആശങ്കകൾ അകറ്റുന്നതിന് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉള്ളത്. ഇപ്പോഴും ഇതിന്റെ നടപടിക്രമങ്ങൾ വല്ലാത്ത ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ കോംപ്ലക്സിറ്റീസിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമായി തന്നെയാണ് നിലവിൽ ഇപ്പോഴും നിൽക്കുന്നത്. നമുക്കറിയാം, അപ്പാരൽസ് എടുക്കാം. ഉദാഹരണമായി അപ്പാരൽസ് 2,500 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന അപ്പാരൽസ് വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം GST വലിയ തോതിൽ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായും അത് ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം അത് കച്ചവടത്തെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലേക്ക് പോവുകയും അത് വലിയ തോതിൽ വ്യാപാരം നടക്കുന്നതിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നൊരു കാഴ്ചപ്പാട് അത് കാത്തിരുന്ന് കാണാം. പരീക്ഷണം നടക്കുമ്പോഴൊക്കെ അത് കാത്തിരുന്ന് കാണുക എന്ന് പറയുന്ന തരത്തിലേക്ക് കാത്തിരിക്കാൻ നമുക്ക് കഴിയും. മാത്രമല്ല, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം. ഇപ്പോ വ്യാപാരികളെ സംബന്ധിച്ച് ഇതിന്റെ പ്രൈസിങ് സംബന്ധിച്ച് നിലവിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു എന്നുള്ളതാണ്. 2, ഇവരുടെ ബില്ലിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ ഇത് പുനഃക്രമീകരണം നടത്താൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് അവരിപ്പോഴും വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്. മാത്രമല്ല, ഈ പുതിയ പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ പുതിയ ഈ കാഴ്ചപ്പാടിലേക്ക് എങ്ങനെ താതാത്മ്യം പ്രാപിക്കാം എന്നുള്ളത് സംബന്ധിച്ചും വ്യാപാരികൾ ആശങ്കാകുലരായിരിക്കുന്നിടത്തോളം കാലം കേരളത്തിന്റെ നികുതി വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ കുറയും. വലിയ ഇൻഡസ്ട്രീസ്, ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവര് സെപ്റ്റംബർ വരെയുള്ളത് അവർ ഒരു കൊല്ലത്തെ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള സെസ് അടച്ചിട്ടുണ്ട്. ആ സെസ് ഇപ്പോ എടുത്തു കളയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, അവർക്ക് 40% വരെയുള്ള നികുതി ഭാരം വർദ്ധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ നിന്നും ഉണ്ടാവുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്ന അവർക്ക് ഒരിക്കലും അവരടച്ച സെസ്സിന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതും ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കും. അപ്പൊ അത്തരം പ്രതിസന്ധികൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ നികുതി ഘടനയെ സംബന്ധിച്ചിടത്തോളം, നികുതി വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ബാധിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ധനമന്ത്രി, കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെ പല ധനമന്ത്രിമാരും കൗൺസിലിൽ വെച്ചിരിക്കുന്നത് നഷ്ടപരിഹാരം തുടർന്നും വർദ്ധിപ്പിച്ച് വീണ്ടും ഒരു 5 കൊല്ലത്തെ കൂടി GST നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യം ഇപ്പോഴും കേന്ദ്രം അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. മാത്രമല്ല, സാമ്പത്തിക വരുമാനത്തിൽ അത് വലിയ തോതിൽ വിടവുണ്ടാക്കും അല്ലെങ്കിൽ കുറവുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെയാണ് കഴിഞ്ഞ ഈ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഇതിൽ ഇപ്പോ 5 മുതൽ 18% ആക്കുമ്പോൾ ചില സാധനങ്ങൾക്ക്, ചില ചരക്കുകൾക്ക് മാത്രം വലിയ തോതിൽ നികുതി വർധനവുണ്ടാകുന്നു. ആ നികുതി വർധന വില വർധനവിലേക്ക് കൂടി വഴിവെക്കുന്നു എന്ന
സാഹചര്യവും നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ കഴിയും. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അജ്മൽ ചക്കുങ്കൽ, നികുതി കുറച്ചതിൻ്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സ്ലാബ് കുറച്ചതിൻ്റെ നേട്ടം വിലയിൽ കുറയ്ക്കാൻ സാധിക്കാത്തത്? GST 18% കൊടുത്ത് വാങ്ങിച്ച ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ 10% GST കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ GST ഒഴിവാക്കി കൊടുക്കുവാനോ ആ ഉൽപാദക മേഖലയിലുള്ള കമ്പനിക്കാർ അതിന്റെ ഇളവുകൾ നിലവിലെ റീറ്റെയിൽ രംഗത്തുള്ള ഇരിക്കുന്ന സ്റ്റോക്കുകൾക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ ഞാൻ 50 രൂപയ്ക്ക് മേടിച്ചിരിക്കുന്ന സാധനം അത് 9 രൂപ കുറച്ച് വിൽക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടമാണ്. സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാനുള്ള സമയം. അപ്പൊ കമ്പനികൾ അതിന് പലരും ചെയ്തിരിക്കുന്നത് നിലവില് ആ GSTയിൽ ഉണ്ടായിരുന്ന വില അവര് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആക്കി ആ വില കമ്പനി GST ഒഴിവാക്കിക്കൊണ്ട് വില കൂട്ടുന്ന അവസ്ഥയിലോട്ട് വന്നു. ഉദാഹരണത്തിന് നോട്ട്ബുക്കുകളുടെ GST ഇളവ് പ്രഖ്യാപിച്ചു. പക്ഷെ നോട്ട്ബുക്കുകളുടെ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് പേപ്പറിന്റെ വില GSTക്ക് കൂട്ടി. അപ്പൊ പേപ്പറിന്റെ വില കൂട്ടി നോട്ട്ബുക്കിന് GST കുറച്ചപ്പോ അതിന്റെ നോട്ട്ബുക്കിന് GST കുറച്ചു എന്ന് പറയുന്ന ഒരു ഇളവ് നേരിട്ട് ഉപഭോക്താവിന് ലഭിക്കുന്ന ഒരു മാർഗമല്ലാണ്ട്. അപ്പൊ സർക്കാരിന് അവിടെ ധന നഷ്ടം ഉണ്ടായുമില്ല, ബുക്കിന്റെ വില കുറച്ചു എന്ന് പേരല്ലാണ്ട് നാളിതുവരെ ഒരു ജനങ്ങൾക്കും കാര്യമായ ഒരു വില കുറവ് ലഭിച്ചു എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. ചെറുകിട രംഗത്തുള്ള വ്യാപാരികൾ മുഴുവൻ 100 രൂപയ്ക്ക് മേടിച്ചിരിക്കുന്ന സാധനത്തിന് 20 രൂപ കുറച്ചു കൊടുക്കാൻ അവർക്കുണ്ടാവുന്ന നഷ്ടം ചെറുതല്ല. അതുകൊണ്ട് പ്രായോഗികമായിട്ട് ജനങ്ങളിലോട്ട് ഈ വിലക്കുറവ് എത്തി തുടങ്ങിയിട്ടില്ല. വ്യാപാരികളെ കൂടുതൽ ബുദ്ധിമുട്ടിലോട്ട് എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു GST ഇളവ്. അതായത് വ്യാപാരികൾ മുൻപ് വാങ്ങിവെച്ച സാധനങ്ങൾ വില കുറച്ച് വിൽക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യാപാരികൾക്ക് കിട്ടുന്ന നികുതി ഇളവ് എന്തുകൊണ്ടാണ് വിലയിൽ പ്രതിഫലിക്കാത്തത്? വ്യാപാരികൾ നിലവിൽ GST അടച്ച് മേടിച്ച് വെച്ചിരിക്കുന്ന ഉൽപ്പന്നം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ GST കൊടുത്ത് വാങ്ങി വെക്കുകയാണ്. ഒന്നില്ല എങ്കിൽ അത് കമ്പനികൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ വരും. പക്ഷെ ചില കമ്പനികൾ GST എടുത്ത് കളഞ്ഞ് വില കുറച്ചതായിട്ടും പകരം ഉൽപ്പന്നത്തിന് ആ വില കൂട്ടി വെച്ചു. 40 രൂപ ഉള്ള സാധനം 10 രൂപ GST കുറയ്ക്കുമ്പോൾ 30 രൂപ വരും. പക്ഷെ അതിന് പകരം ആ സാധനം ഉൽപ്പന്നത്തിന്റെ വില അവർ 40 രൂപയാക്കി മാറ്റി. GST ഇല്ല. ഈ വ്യാപാരികൾ മുഴുവൻ തുകയും കൊടുത്താണോ സാധനങ്ങൾ വാങ്ങി വയ്ക്കുക? GST അടക്കം വാങ്ങി വെക്കുകയാണല്ലോ. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപ ആണെങ്കിൽ 100 രൂപ ഇൻറ്റു 18% നമ്മൾ അടച്ചു കൊടുക്കുകയാണ്. കോവിഡിന് മുമ്പ് ക്രെഡിറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ 90% ഉൽപ്പന്നങ്ങളും അഡ്വാൻസ് പേയ്മെന്റ് അടയ്ക്കണം, അല്ലെങ്കിൽ ഉൽപ്പന്നം കടയിൽ വരുമ്പോൾ നമ്മൾ GST അടക്കമുള്ള എമൗണ്ട് അവർക്ക് കൊടുക്കണം. അതായത് GST ഇളവ് വരുന്നതിന് മുൻപ് ഒരു സാധനത്തിനുണ്ടായിരുന്ന വില പുതിയതായി വരുമ്പോൾ അതിന് വില കുറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പഴയ പാക്കറ്റാണ്, പുതിയ പാക്കറ്റ് വരുമ്പോൾ വില കുറഞ്ഞ സാധനമാണ് എത്തുന്നത്. പക്ഷെ പുതിയ പാക്കറ്റുകളിൽ ചില കമ്പനിക്കാർ പകരം ആ പഴയ വിലയോട് ഒപ്പിച്ച് അതിന്റെ വില കൂട്ടി. അതെങ്ങനെയാണ് അങ്ങനെ കൂട്ടാൻ കഴിയുക? GST അല്ലേ കുറയുന്നത്? GST കുറഞ്ഞു, പക്ഷെ ഉൽപ്പന്നത്തിന്റെ വില കൂട്ടാൻ കമ്പനിക്ക് അവകാശമുണ്ട്. അതിനൊരു നിയന്ത്രണം ഇല്ലല്ലോ. അതായത് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഉൽപ്പന്നം അത് എന്ത് വിലക്ക് എനിക്ക് വിൽക്കാം. ആ വിൽപ്പനയുടെ കടക്കാരല്ല, ഉൽപാദന രംഗത്തെ വൻകിട കമ്പനികൾ. ഫലത്തിൽ GSTയുടെ ആനുകൂല്യം ഉപഭോക്താവിന് ലഭിക്കുന്നില്ല എന്നർത്ഥം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമല്ല, കുറച്ച് ഉൽപ്പന്നങ്ങൾ. ശരി, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് നോട്ട്ബുക്കിന്റെ വില ഗവൺമെന്റ് GSTയിൽ ഇളവ് കൊടുത്തു. പക്ഷെ പേപ്പറിന്റെ GSTയുടെ വില GST വർദ്ധിപ്പിച്ചു. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് KS ഹരിഹരൻ, GST കൗൺസിലിൽ സംസ്ഥാനങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം ഉണ്ടായിട്ടും സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തെ GST എങ്ങനെയാണ് ബാധിച്ചത്? ഇപ്പോൾ കേരളത്തെ പോലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് ഇത് ശരിക്കും നേട്ടമാണോ? അതിനു മുമ്പ് ശ്രീ അജ്മൽ പറഞ്ഞ ഒരു കാര്യത്തില് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതായത് സെക്ഷൻ 171 ആന്റി പ്രോഫിറ്ററിംഗ് പ്രൊവിഷൻ ഉണ്ട് GSTയിൽ. അതായത് നികുതി റേറ്റ് ഓഫ് ടാക്സ് കുറയ്ക്കുകയും അതിന്റെ ആനുകൂല്യം കൺസ്യൂമർക്ക് കൊടുത്തില്ലെങ്കിൽ കമ്പനി ഉൾപ്പെടെ ആ കച്ചവടം നടത്തുന്ന സ്ഥാപനം ഉൾപ്പെടെ ആ നേടിയ ടാക്സിന്റെ ഒന്നുമല്ല വലിയ എമൗണ്ട് ആന്റി പ്രോഫിറ്ററിംഗ് അതിന്റെ ഡിസ്പ്യൂട്ടിൽ അടക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഈ പ്രത്യേക അത്യപൂർവ സന്ദർഭങ്ങളിൽ ഇപ്പൊ 1.5 കോടി താഴെയുള്ള പ്രിസംപ്റ്റീവ് അസസികൾ ടാക്സ് മുഴുവനും കൊടുത്ത് മേടിക്കാൻ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത
സാഹചര്യത്തിൽ നില്ലാക്കിയിട്ടുള്ള സമയത്ത് മാത്രമേ വ്യാപാരിക്ക് നികുതി നഷ്ടം വരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അവരെ സംബന്ധിച്ചോളം ഈ കോമ്പോസിഷൻ അസസി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സീറോ ആയേക്കണ സമയത്ത് മാത്രമേ അങ്ങനെ വരുള്ളൂ. ബാക്കി സമയത്ത് ഇപ്പൊ സിമെന്റിന്റെ കാര്യം എടുക്കാം. സിമെന്റിന് 28% ആയിരുന്നു ടാക്സ്, അതിപ്പോ 18 ആക്കി. അപ്പൊ ആ ദിവസം 28 അവിടെ ഇരിക്കുന്ന സ്റ്റോക്കിലെ സാധനങ്ങൾക്കൊക്കെ 28% ഇവരുടെ GST ക്രെഡിറ്റ് കിടക്കാണ്. അവര് പിന്നെ 18% കളക്ട് ചെയ്യുമ്പോ ഈ 28% കിടക്കണേന്ന് അടച്ചാൽ മതി. അപ്പൊ സിമെന്റിന് ഒരിക്കലും ആ വില റേറ്റ് കുറച്ചപ്പോ കച്ചവടക്കാർക്ക് നഷ്ടം വരുന്നില്ല. അതേസമയം നില്ലായ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്, കുറച്ച് ഫുഡ് പ്രൊഡക്ട്സ്, അവരെ സംബന്ധിച്ചുള്ള അവർ കൊടുത്ത ടാക്സ് അവർക്ക് പോയി. അല്ലാത്ത ഒരു ഘട്ടത്തിൽ ആ സമയത്ത് കമ്പനി അവരുടെ പ്രൈസിങ് മാറ്റാൻ പറ്റില്ല. മാത്രമല്ല, ആന്റി പ്രോഫിറ്ററിംഗില് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനികള് കഴിഞ്ഞ 2022 വന്ന മാറ്റത്തില് ഒരുപാട് പൈസ ആന്റി പ്രോഫിറ്ററിംഗ് ഇഷ്യൂല് അടച്ചിട്ടുണ്ട് സർക്കാരിലേക്ക് ഫൈനായിട്ട്. അപ്പൊ അത് ഒരു ശക്തമായ ജുഡീഷ്യൽ കോറം തന്നെയാണത്. അപ്പം കമ്പനിക്ക് അങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടി റേറ്റ് ഓഫ് ടാക്സിന്റെ ബെനിഫിറ്റ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ ഇൻഫോർമേഷൻ ആണ്. അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോലെയുള്ള കേരളത്തിലെ ഏറ്റവും ശക്തമായ സംഘടനകള് അങ്ങനെയുള്ള കേസ് നേരെ ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. അതാണ് അവിടെ പറയാം. രണ്ടാമത്തെ, GSTയുടെ കോമ്പൻസേഷന്റെ കാര്യം. ഈ കോമ്പൻസേഷൻ സെസ് എടുത്ത് 5 വർഷത്തേക്കാണ് അത് ആദ്യം കൊണ്ടത്. അന്ന് നമ്മൾ മറന്നുപോകരുത്, അന്ന് കേരളത്തിലെ ധനകാര്യമന്ത്രി അതിന്റെ 2ാമത്തെ വർഷം അവസാനം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. അന്നത്തെ ധനകാര്യമന്ത്രി, ഇന്നത്തെ ധനകാര്യമന്ത്രി അന്നത്തെ ധനകാര്യമന്ത്രി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും, ഞങ്ങൾ ഇവിടെ സൈലന്റ് ആയിട്ടിരിക്കും, എവിടെ ലോസ് വരുന്നോ ആ ലോസ് കേന്ദ്ര സർക്കാർ കോമ്പൻസേഷൻ ആയിട്ട് തരുള്ളൂ. ഇന്ത്യയിലെ 28 സംസ്ഥാനത്തിൽ കേരളത്തെ പോലെ 1-2 പേരാണ് ഇങ്ങനെ ഇരുന്നത്. ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? നല്ല ശക്തമായ ട്രെയിനിങ് കൊടുത്തു. തമിഴ്നാട് ഉൾപ്പെടെയുള്ളവര് 2017 GST വരുമ്പോ 2016 മുതൽ ശക്തമായ ട്രെയിനിങ് കൊടുത്തു. കേരളത്തിൽ 2020 ഒരു റീസ്ട്രക്ചർ നടത്തിയത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് ജില്ലയാണ് എറണാകുളം. അവിടെ GST തുടങ്ങിയ ആദ്യത്തെ 2.5 വർഷത്തോളം ഒരു ഇൻഡിപെൻഡന്റ് ജില്ലയുടെ ചാർജുള്ള കമ്മീഷൻ ഉണ്ടായിരുന്നില്ല, ജോയിന്റ് കമ്മീഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ജോയിന്റ് കമ്മീഷൻ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ, പകരം ഒരു ഓഫീസർക്ക് ഇൻചാർജ് കൊടുക്കുകയാണ് ചെയ്തത്. അന്നത്തെ ധനകാര്യമന്ത്രിക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നതാണ്. അപ്പോ ഇതെന്നും കേന്ദ്രം കോമ്പൻസേഷൻ തരും എന്ന ഒരു മിഥ്യാധാരണയില് ഇരിക്കുകയാണ് ചെയ്തത്. ഇന്ന് കേരളത്തില് ഇത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് GST. ബംഗാളിൽ നിന്ന് ഒരാള് അയാളുടെ കേരള അഡ്രസ് കൊടുത്ത് സാധനം വാങ്ങിയാൽ IGST കേരളത്തിന്റെ GSTയിലേക്ക് വരും. അത് ചെക്ക് ചെയ്യാനുള്ള സിസ്റ്റം റീസ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം, അതായത് മറ്റ് സംസ്ഥാനങ്ങൾ 2017 തന്നെ തുടങ്ങിയപ്പോ കേരളം 2020 റീസ്ട്രക്ചർ അല്ലെങ്കിൽ 2021 റീസ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കി ഒരു സിസ്റ്റം ആക്കിയത്. അപ്പൊ ഇങ്ങനെയുള്ള വീഴ്ചകളുണ്ട്. അപ്പോ GST കൗൺസിൽ കോമ്പൻസേഷൻ സെസ് കിട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോമ്പൻസേഷൻ സെസ് അങ്ങനെ കൊടുക്കാൻ പറ്റണ ഒരു സിസ്റ്റം അല്ല. ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഈ GST എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ മാത്രം നിയമമല്ല. ഇന്റർനാഷണൽ ട്രീറ്റീസിൽ പല എഗ്രിമെന്റിലും ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ ഇതേപോലെയുള്ള സബ്സിഡി കൊടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കോമ്പൻസേഷൻ സെസ് കിട്ടുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഏതെങ്കിലും താല്പര്യത്തിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും, നടക്കാൻ സാധ്യതയില്ല. അല്ലാണ്ട് കേരളത്തിന്റെ വരുമാനം കുറഞ്ഞു എന്ന് ആരെങ്കിലും പറയാൻ സാധ്യതയില്ല. ഈ റേറ്റ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ നികുതി വരുമാനം കുറഞ്ഞു എന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കാം, അങ്ങനെ ഉണ്ടാകാൻ സാധ്യത. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, GST സമ്പ്രദായം ഫെഡറൽ സംവിധാനത്തിനെതിരാണെന്ന് ശക്തമായ വിമർശനം ഇടതുപക്ഷം ഉയർത്തിയിരുന്നു. ഈ വിമർശനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? GST സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷം ഇത്തരം ആശങ്കകൾ ഉന്നയിച്ചിരുന്നതാണ്. വിവിധ തരത്തിലുള്ള നികുതി സംവിധാനങ്ങൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് GST കൊണ്ടുവരുന്നത്. ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും GST ഉണ്ട്. പക്ഷേ ഇന്ത്യയിലുള്ളിടത്തോളം അത്ര ശതമാന വർധനവ് GST ലോകരാജ്യങ്ങളിലില്ല. ഇപ്പൊ സിംഗപ്പൂർ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 8% മാത്രമേ GST സിംഗപ്പൂരിലുള്ളൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 5 മുതൽ 18 വരെ
ഉള്ള GST സിസ്റ്റത്തിലേക്ക് ഇപ്പൊ മാറി വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം, സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം, പക്ഷെ കേരളം പോലുള്ളൊരു ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നികുതി ഘടനയിൽ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതും ആ ആവശ്യം, സംസ്ഥാനങ്ങളുടെ ആവശ്യം നിലവിൽ കേന്ദ്രം അംഗീകരിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. GST ഫെഡറൽ സിസ്റ്റത്തിന്റെ ഘടനയെ സംബന്ധിച്ചിടത്തോളം GST വഴി പിരിച്ചുകൊണ്ടുപോകുന്ന കേന്ദ്രീകൃത നികുതികൾ, ആ നികുതിയുടെ വിഹിതം അതാത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പരാതി. ആ പരാതിക്ക് നാളിതുവരെ ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാരിനോ GST കൗൺസിലിനോ കേന്ദ്ര ധനകാര്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഇപ്പോ നമുക്ക് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ പുതിയ GST ഘടന വരികയും ആ GST ഘടന കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ നിരവധി ഉൽപ്പന്നങ്ങൾ 0 GST ആയതുണ്ട്, അതുപോലെ 5% വന്നതുണ്ട്. പക്ഷേ അതിന്റെ ഗുണഭോക്താവായി വരേണ്ടിയിരുന്ന ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യം കൂടി സംജാതമായിരിക്കുന്നു. അതിന് ഫലപ്രദമായ ഒരു പ്ലാനിങ്, ആ കോംപ്ലക്സിറ്റി ഒഴിവാക്കിക്കൊണ്ടൊരു പ്ലാനിങ് കേന്ദ്ര സർക്കാർ ഈ നികുതി ഘടന മാറ്റത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായി കേന്ദ്ര സർക്കാരിന് സംഭവിച്ച ഏറ്റവും വലിയ പിഴവ് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീമതി വിനീത ഹരിഹരൻ, സംസ്ഥാനങ്ങളുടെ നികുതി ചുമത്താനുള്ള അധികാരം GST കവർന്നെടുത്തു എന്ന വിമർശനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെ ബാധിച്ചിട്ടുണ്ടല്ലോ. നമസ്കാരം. ഒരിക്കലുമില്ല. ഈ GST റിഫോംസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ വരുന്നത് 2017 17 ടാക്സസും 13 സെസ്സസും ഒരു നാഷണൽ സിസ്റ്റമിന്റെ ഉള്ള അംബ്രയിലേക്ക് കൊണ്ടുവരാനായിട്ടായിരുന്നു GSTയുടെ ഒരു നീക്കം. ഈ GST എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇപ്പൊ വന്ന കോൺസെപ്റ്റ് അല്ല, പണ്ടേ നടന്ന UPA റെജീമിലും വന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ നടപ്പിലാക്കിയത് NDA സർക്കാരാണ് 2017. പിന്നെ അത് കഴിഞ്ഞിട്ടില്ല കുറെ ഇംപ്ലിമെന്റേഷൻ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്മൂതൻ ചെയ്ത് ഇപ്പൊ GST റവന്യൂ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സെൻട്രലിന്റെ റവന്യൂ ഷെയറിലെ ഏറ്റവും കൂടുതൽ ഒരു റവന്യൂ സോഴ്സ് വരുന്നത് GST ആണ്. ഇത് വെറും സെൻട്രൽ ഗവൺമെന്റ് അവരുടെ പോക്കറ്റിൽ ഇടുന്ന പൈസയൊന്നും അല്ല. ഇത് ഡിവോൾവ് ചെയ്തിട്ട് നമ്മൾ പല വെൽഫെയർ സ്കീംസിനോട്ട് ടാർഗറ്റ് ചെയ്യാണ്. വൾണറബിൾ ആൻഡ് പുവർ സെക്ഷന് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാംസിന്റെ ഫണ്ടിങ്ങും അതൊക്കെ GSTയുടെ റവന്യൂ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് അത് റീപ്ലൗ ചെയ്യുന്നത് സിസ്റ്റമിലേക്ക്, ബാക്ക് ടു ദ സൊസൈറ്റിയിലേക്ക്, ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് ബാക്ക് ടു സ്റ്റേറ്റ്സിലേക്ക് ഡിവോൾവ് ചെയ്യുന്നത്. അതൊരു ബേസിക് ഫിലോസഫി ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ കേരളത്തില് ഇപ്പൊ GST റിഫോംസ് വരുത്തി ഇപ്പൊ ഫിസ്ക്കൽ അവരുടെ ഫിസ്ക്കൽ മാനേജ്മെന്റ് പോരായെന്ന് പറയാൻ യാതൊരു അവകാശം കേരള സർക്കാരിന് ഇല്ല. എന്താണെന്ന് വെച്ചാൽ കേരള സംസ്ഥാനത്തിന്റെ ഒരു ഫിസ്ക്കൽ മാനേജ്മെന്റിന്റെ ഒരു റെക്കോർഡ് ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് പോലെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും കൂടിയും ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് പറയാണ്. അവരും കൂടിയും കേരളത്തിന്റെ ഫിസ്ക്കൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒരു വളരെ ഒരു റെഡ് ഫ്ലാഗ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഡേഞ്ചറസ് അപകടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബഡ്ജറ്ററി സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ 70% മുകളിൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സും ലയബിലിറ്റീസ് പോകുന്ന ഒരു ബഡ്ജറ്ററി മാനേജ്മെന്റ് സിസ്റ്റമാണ്. പിന്നെ നമ്മുടെ സോഴ്സ് ഓഫ് റവന്യൂ പറയുകയാണ് കേരള സംസ്ഥാനത്തില് ലോട്ടറിയും ലിക്കർ അല്ലാണ്ട് വേറെ ഏതാണ് സോഴ്സ് ഓഫ് റവന്യൂ ഉള്ളത്. GST എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടൂള് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്യണം. GST എന്ന് പറഞ്ഞ CGSTയും SGSTയും ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ GST കളക്ഷൻസ് ഇംപ്രൂവ് ചെയ്യണം, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യണം. ലൈക്ക് കേരള ഓൾറെഡി അത് കുറെ ഇംപ്രൂവ് ചെയ്തിട്ട് ഇനിയും കുറെ ഇംപ്രൂവ് ചെയ്തിട്ട് ആ കളക്ഷൻ സിസ്റ്റം എഫിഷ്യന്റ് ആക്കിയിട്ട് കേരള ഗവൺമെന്റിനും ഈ ഒരു GST റിഫോംസ് വരുന്ന ഒരു ഒരു ഇൻകം അവർക്ക് അത് ക്യാപിറ്റലൈസ് ചെയ്യണം. എന്നിട്ട് അത് ഏറ്റവും നല്ല ഒരു റവന്യൂ ജനറേറ്റിംഗ് പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ള അത് റീപ്ലൗ ചെയ്യണം കേരള ഗവൺമെന്റ്. അത് അവിടെയാണ് കേരള ഗവൺമെന്റിന്റെ സ്മാർട്ട്നെസ് കിടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ എല്ലാ ഡിബേറ്റ്സിലും പറയുന്ന കാര്യമാണ്, നമ്മുടെ തന്നെ ഇൻഹെറന്റ് റിസോഴ്സസ് ഉണ്ട്. കോയർ ആയാലും കാഷ്യൂ ആയാലും ഹാൻഡ്ലൂം ആയാലും അവിടത്തേക്കൊക്കെ നമ്മൾ ഈ
റെവന്യൂസ് അത് റീജനറേറ്റ് ചെയ്ത് MSMEസിന് വേണ്ടിയിട്ടും സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടും ഒരു നോളജ് എക്കോണമിക്ക് വേണ്ടിയിട്ടും നമുക്ക് അത് ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കേരളത്തില് ഇൻഡിജിനസ് സോഴ്സസ് ഓഫ് റവന്യൂ വരുത്താനായിട്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു നീഡ് ഓഫ് ദി അവർ. ഇപ്പൊ കേരളത്തിലെ സോഴ്സ് ഓഫ് ഇൻകം ലോട്ടറി ലിക്കർ എന്ന് പറഞ്ഞു, പിന്നെ പാസീവ് റെമിറ്റൻസസ്, NRI റെമിറ്റൻസസ്, പാസീവ് എക്കോണമിയാണ് കേരളം. ഒരു ആക്റ്റീവ് എക്കോണമി ആയിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. ഓൾദോ ഗവൺമെന്റ് കുറച്ച് ബേബി സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് MSMEസും സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട്, പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേരളത്തിൽ. പ്ലസ് കൺട്രി, അപ്പൊ നമുക്ക് അതിന്റെ ഒരു റിസോഴ്സസിന്റെ ഏറ്റവും കൂടുതൽ മാക്സിമൈസ് ചെയ്തിട്ട് ഈ ഒരു റവന്യൂ സോഴ്സസ് യൂസ് ചെയ്തിട്ട് വേണം കേരളത്തിന് ഒരു ബാലൻസ്ഡ് എക്കോണമി ആയിട്ട് കൊണ്ടുപോകാനായിട്ട്. ശ്രീ അജ്മൽ ചക്കുങ്കൽ, ഞാൻ നേരത്തെ വക്കീൽ പറഞ്ഞു ആന്റി പ്രോഫിറ്ററി ആക്ട് പ്രകാരം. അവിടെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ സാർ ഒന്ന് ഒരു കടയിൽ പോയിട്ട് ക്രയോൺസ്, ക്യാമൽ അടക്കമുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടാക്കുന്ന ക്രയോൺസിന്റെ റേറ്റ് ഒരു സിമ്പിൾ ഐറ്റം പറയാണ് 30 രൂപ പ്ലസ് 12% GST ആണ് എന്ന് പറയുമ്പോൾ 33 60 പൈസക്ക് ഞങ്ങൾക്ക് കിട്ടും, പ്ലസ് ഞങ്ങളുടെ പ്രോഫിറ്റിന് വിൽക്കും. പക്ഷെ ആ സാധനത്തിന്റെ ഇപ്പോഴത്തെ റേറ്റ് GST 0% ആക്കി, പക്ഷേ 33 രൂപ അവര് അതിന്റെ പ്രൈസ് ആക്കി. അപ്പൊ അതിന്റെ ആ 3 രൂപ കമ്പനികൾക്കാണ് ലാഭം. അപ്പൊ ഈ ആന്റി പ്രോഫിറ്റ് ആക്ട് പ്രകാരം സാറിന് ഈ ക്യാമല് പോലുള്ള കമ്പനികൾക്കെതിരെ കേസ് എടുക്കണം. ഒരൊറ്റ ഉദാഹരണമേ ഉള്ളൂ. ഈ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ചെറുകിട രംഗത്തുള്ള സാധാരണക്കാരായ ആളുകൾക്കാണ് ഏത് നിയമം വരുമ്പോഴും ബുദ്ധിമുട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ അടക്കം പത്രമാധ്യമങ്ങളിൽ കണ്ടു, ബസ്സുകളിലെ എയർ ഹോണുകൾ പിടിച്ച് റോളർ കയറ്റി അത് നശിപ്പിക്കുന്നത്. ഈ ബസ്സുകളിൽ വെച്ചിരിക്കുന്ന എയർ ഹോണുകൾ ഇവിടുത്തെ കടകളിൽ GST അടച്ച് വിൽക്കുന്ന ഉൽപ്പന്നമാണ്. ഒരിക്കലും ഉൽപാദന രംഗത്ത് നിയന്ത്രിക്കാൻ ആരും നിൽക്കാണ്ട് ഇത് വാങ്ങുന്ന 10 രൂപയുടെയും 1000 രൂപയുടെയും സാധനം വാങ്ങുന്ന സാധാരണക്കാരുടെ മെക്കിട്ടുകാരാണ് പല നിയമങ്ങളും തരുന്നത്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും GSTയുടെയോ റെയ്ഡുകളോ കാണാറില്ല. ഇത് നേരത്തെ പറഞ്ഞു ഞങ്ങൾ ആന്റി പ്രോഫിറ്റ് ആക്ട് പ്രകാരം ചെറുകിടക്കാർക്കാണ് പ്രശ്നം. അതുകൊണ്ട് ഇന്ന് ചെറുകിട കച്ചവടക്കാർ 33 രൂപ വാങ്ങുന്നത് 30 രൂപയ്ക്ക് വിൽക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വന്നപ്പോൾ കമ്പനിക്കാർ ഈ പറഞ്ഞ ക്രയോൺസിന്റെ വില 30 പ്ലസ് GST എന്നുള്ളതിന് പകരം GST എടുത്ത് കളഞ്ഞു 33 രൂപയാക്കി. ഇനി കുറച്ച് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ വാങ്ങിയുന്ന അധിക വില 0% കോമ്പൗണ്ടിങ് ഉൽപ്പന്നങ്ങൾക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ പല കമ്പനിക്കാരും ഈ ക്യാമൽ പോലെയുള്ള ക്രയോൺസ് കമ്പനിക്കാർ ചെയ്ത പോലെ GST കളഞ്ഞു, പക്ഷെ വില കൂട്ടി. അതിന്റെ ഒരു ഉദാഹരണമാണ് ക്രയോൺസ്. നോക്കിയാൽ അറിയാം ഇതിന് മുമ്പുള്ള വിലയും ഇപ്പോഴത്തെ വിലയും. ശരി, അഡ്വക്കേറ്റ് KS ഹരിഹരൻ, GST വളരെ വേഗത്തിൽ നടപ്പാക്കിയതിന്റെ പോരായ്മകളാണോ നിലവിൽ വിപണിയിൽ പ്രതിഫലിക്കുന്നത്? ഇപ്പൊ ആദ്യം നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം വളരെ വസ്തുനിഷ്ഠം തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ അവിടെയാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ആ ഒരു പവർ കാണിക്കുന്നത്. ക്രയോൺസ് അല്ല, ഇന്റർനാഷണൽ കമ്പനിയായ വേറെ ഏതോ ഹിന്ദുസ്ഥാൻ ലിവറുമായിട്ട് ഫൈറ്റ് അല്ലേ ഈ കാര്യത്തില്. അപ്പം ഇന്ത്യയില് കാമൽ കമ്പനി ഉൾപ്പെടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ നേതാവ് വേറെ ഒന്നും ചെയ്യണ്ട. ഈ പർച്ചേസ് ബില്ലും ഇപ്പൊ അവര് വന്നേക്കണ ആ മാറ്റത്തിന്റെ ഡീറ്റെയിൽസ് കൂടി നേരെ വേറെ എങ്ങും പോണ്ട, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പോർട്ടലിലേക്ക് CP ഗ്രാമിലേക്ക് അങ്ങോട്ട് ഇട്ടാ മതി. ആക്ഷൻ ഉണ്ടാവും. അതിന് വ്യാപാരി വ്യവസായിയുടെ ലെറ്റർ പാഡും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു സംശയമില്ല, ആന്റി പ്രോഫിറ്ററിങ്ങിന്റെ ആക്ഷൻ ക്വിക്കാക്കാൻ വേണ്ടി ഒരു ജസ്റ്റിസിനെ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ട്രിബ്യൂണല് സെൻട്രൽ ബെഞ്ച് ഇതിന് കൊടുത്തേക്കാണ്. ആക്ഷൻ ഉണ്ടാവും, അത് ഒരു സംശയമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എസെൻസ് ഓഫ് ലോ. എന്തിനാണ് ഗവൺമെന്റ്, ഞാൻ പറഞ്ഞല്ലോ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം ഒരു നേട്ടമല്ല, ഇത് GST കൗൺസിലിൽ ഉദ്യോഗസ്ഥര് നിരന്തരം ചർച്ച ചെയ്ത് 2017 മുമ്പ് തന്നെ ചർച്ച ചെയ്ത് വന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതുകൊണ്ടാണ് സെക്കൻഡ് റെജീം എന്ന് തന്നെ ഇന്ന് പറയുന്നത്. ഒരു സംശയമില്ല, ഗവൺമെന്റിന്റെ ഉദ്ദേശം എല്ലാ ഗവൺമെന്റുകളുടെയും ഈ രാഷ്ട്രീയമായിട്ട് മാറ്റി നിർത്തുക. GST കൗൺസിലിൽ സംസാരിച്ച് ഒരു തീരുമാനം എത്തുന്നത് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ്. ആന്റി പ്രോഫിറ്ററിംഗ് സെക്ഷൻ 171 വയലേഷൻ ഭയങ്കര ആക്ഷനാണ്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട മിസ്റ്റർ അഡ്വക്കേറ്റ് അജ്മൽ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ ലെറ്റർ പാഡിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തോളൂ, ഒരു കോപ്പി എനിക്കും കൂടി തന്ന I will take up the matter. ഒരു സംശയമില്ല. അപ്പൊ അത് ഒരു സംശയമില്ല, വേറെ എങ്ങും പോകണ്ടല്ലോ. അത്രയ്ക്ക് ആക്ഷനാണ് അതില്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം തീർന്നു. ഇനി
വിലക്കുറവിന്റെ എഫക്റ്റ് ഇപ്പോ നമ്മുടെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തികളുണ്ട്, വലതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തികളുണ്ട്. അപ്പൊ അതിലൊന്നും ഇതിനെ നമ്മള് രാഷ്ട്രത്തിന്റെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന്റെ സ്റ്റെപ്പായിട്ട് എടുത്തു നോക്കുക. പോസിറ്റീവ് ഇമ്പാക്ട്സിൽ നമ്മൾ ഇത് എടുക്കാൻ പഠിക്കണം. കച്ചവടക്കാരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, വേറെ വഴിയൊന്നുമില്ല. GSTയുടെ റേറ്റ് കുറച്ചാൽ അതനുസരിച്ച് ഇപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ട് നടന്നേ പറ്റൂ. അപ്പൊ അതനുസരിച്ച് അതിന്റെ ഒപ്പം പോകണം. ഒപ്പം പോയില്ലെങ്കിൽ അവിടെയാണ് കോർപ്പറേറ്റ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു. ഇപ്പൊ സെപ്റ്റംബർ 3-ാം തീയതി ഇത് വന്നപ്പോ തന്നെ കോർപ്പറേറ്റ് പ്ലാൻ ചെയ്തു. 98% വരുന്ന അല്ലെങ്കിൽ 99% വരുന്ന കോർപ്പറേറ്റ് ഈ ക്യാമല് ഇപ്പൊ ചെയ്തു എന്ന് പറയുന്ന രീതിയിലേക്ക് അല്ല ചെയ്തേക്കണേ. അവരിപ്പോ വാഹനങ്ങള് എപ്പോഴോ അഡ്വർടൈസ്മെന്റ് ചെയ്തു. അതായത് 40% ടാക്സ് ഉണ്ടായിട്ട് പോലും നേരത്തെ 50 ആയിരുന്നു, 28 + 12% സെസ് ആയിരുന്നു. അപ്പൊ 50% 40% ആയപ്പോ തന്നെ വണ്ടിക്ക് എത്രയോ കുറഞ്ഞു. അപ്പം വിലക്കുറവ് റിഫ്ലക്റ്റഡ് ആണ്. സിമെന്റിന്റെ ഒക്കെ എടുത്തോളൂ. സിമെന്റിന് ആ 2 മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും മിക്കവാറും നല്ല ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് അവർ വിൽക്കുന്ന റേറ്റും അതിനുശേഷം വിറ്റ റേറ്റും കളക്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഉണ്ടാവും. ഇപ്പൊ വ്യാപാരി വ്യവസായിയുടെ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും ഈ ക്യാമൽ കമ്പനിക്കെതിരെ ആക്ഷൻ ഉണ്ടാവും. അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, അതായത് ലീഗൽ മെട്രോളജി വകുപ്പാണ് അത് കേരളത്തില് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത്. ആക്ഷൻ ഉണ്ടാവും. ശരി, വ്യക്തമാണ്.